ദൈവത്തിൻ്റെ വലിയ നാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ബഹുമാനപ്പെട്ട നയനാൻ വി ജോർജൻ, ഞങ്ങളെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട ഹാം ജോസഫ് അച്ഛൻ, സഹോദരി സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ അളവറ്റ കൃപയാലും കരുണയാലും ഈ ദേശത്തേക്ക് ഒരിക്കൽ കൂടെ കടന്നു വരുവാനും പ്രത്യേകിച്ചും നോമ്പിൻ്റെ ഈ ദിവസങ്ങളിൽ നിങ്ങളും ഒരുമിച്ച് തിരുവചനത്തിലെ ഒരു ഭാഗത്തെ സംബന്ധിച്ച് ധ്യാനിക്കുന്നതിനും ദൈവം നൽകിയ കൃപകളെ നന്ദിയോടെ ഓർക്കുന്നു. അതിനായി ഒരവസരം നൽകുകയും നല്ല വാക്കുകളാൽ എന്നെ സ്വാഗതം ചെയ്യുകയും ചെയ്ത ബഹുമാനപ്പെട്ട നയനാൻ വി ജോർജനോടുള്ള നന്ദിയും മുന്നമേ സൂചിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഹാം ജോസഫ് അച്ഛനും വന്നിരിക്കുന്നത് വലിയ ഒരു സന്തോഷമാണ്. വർഷങ്ങൾക്ക് മുൻപ് അച്ഛന് ഗ്വാളിയറിൽ വികാരിയായിരിക്കുന്ന സമയം, ഗ്വാളിയറിലും ഝാൻസിയിലും വികാരിയായിരിക്കുന്ന സമയം, ഒരു കഷ്ടാനുഭവ ആഴ്ച അച്ഛനോടൊപ്പം ചെലവഴിക്കുവാനും ഹാസ്യാഴ്ച ശുശ്രൂഷകളിൽ സംബന്ധിക്കുവാനും കഴിഞ്ഞതും വളരെ സന്തോഷത്തോടെ ഈ സമയത്ത് ഓർക്കുകയാണ്. ബഹുമാനപ്പെട്ട നയനാനച്ചൻ സൂചിപ്പിച്ചതുപോലെ നോമ്പിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. വിശുദ്ധ ദേവാലയത്തിൻ്റെ മധ്യത്തിൽ നമുക്ക് രക്ഷയ്ക്ക് കാരണമായ സ്ലീബ ഉയർത്തിയ ശുശ്രൂഷ കഴിഞ്ഞ ബുധനാഴ്ചയാണല്ലോ നടന്നത്. ഇനിയുള്ള ദിവസങ്ങൾ കുറച്ചുകൂടെ ഉത്സാഹത്തോടെ നോമ്പ് നോക്കുവാൻ തക്കവണ്ണം നാം ഏവരും നമ്മെ തന്നെ ഒരുക്കുകയാണ്. ഈ ഘട്ടത്തിൽ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൽ ശരണപ്പെടുന്ന വേദഭാഗം പരിശുദ്ധനായ പത്രോസ് ശ്ലീഹ എഴുതിയ രണ്ടാം ലേഖനം 1-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. പരിശുദ്ധനായ പത്രോസ് ശ്ലീഹ എഴുതിയ രണ്ടാം ലേഖനം 1-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. യേശുക്രിസ്തുവിന്റെ ദാസനും അപ്പസ്തോലനുമായ ശീമോൻ പത്രോസ്, നമ്മുടെ ദൈവത്തിൻ്റെയും രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെയും നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്, ദൈവത്തിൻ്റെയും നമ്മുടെ കർത്താവായ യേശുവിൻ്റെയും പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താലും അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുകയും. ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നു എങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരും ആയിരിക്കുകയില്ല. അവയില്ലാത്തവനോ കുരുടനത്രേ. അവൻ ഹ്രസ്വദൃഷ്ടിയുള്ളവനും തന്റെ മുൻപിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനും തന്നെ. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടവിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു
ക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. വിശുദ്ധനായ പത്രോസ് അപ്പോസ്തലന്റെ 2-ാം ലേഖനം 1-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. പുതിയ നിയമത്തിലെ ശ്രേഷ്ഠമായ വേദഭാഗങ്ങളിൽ ഒന്നാണ് ഇവിടെ വായിക്കപ്പെട്ടത്. പ്രത്യേകിച്ചും ഈ 1-ാം അധ്യായം 4-ാം വാക്യം പൗരസ്ത്യ ക്രിസ്തീയ സഭകൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടപെടും. ഒരു ക്രൈസ്തവ വിശ്വാസിയുടെ ആത്മീയ യാത്രയുടെ പരിസമാപ്തി എന്താണ്? എന്താണ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് കൊണ്ട് നാം എയിം ചെയ്യുന്നത്? What is the zeal of your spiritual journey എന്ന് ചോദിച്ചാൽ പൗരസ്ത്യ വിശ്വാസികൾ പറയുന്നത് ഈ വാക്യത്തിൽ പറയുന്ന ആശയമാണ്. ദൈവീകരിക്കപ്പെടുവാനുള്ള ഒരുക്കം, ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. പുതിയ നിയമത്തിൽ ഇവിടെ മാത്രമാണ് ആ ഒരു ഭാഷാ പ്രയോഗമുള്ളത്. പൗരസ്ത്യ ഓർത്തഡോക്സ് സഭകൾക്ക് ഈ ദൈവീകരിക്കപ്പെടുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരാശയമാണ്. എന്താണ് നമ്മുടെ ആത്മീയ യാത്രയുടെ ലക്ഷ്യമെന്ന് ചോദിക്കുമ്പോൾ പല ആളുകളും പല ഉത്തരങ്ങളാണ് നൽകുന്നത്. പ്രത്യേകിച്ചും പുതിയ നിയമത്തിലെ വ്യത്യസ്തങ്ങളായ പുസ്തകങ്ങൾ ചില പ്രത്യേക ഭാഷകളാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ പോലെയുള്ള പുസ്തകത്തിൽ രക്ഷിക്കപ്പെടുക എന്നാണ് പറയുന്നത്. ഒരുവന്റെ ആത്മീയ യാത്രയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമായി പറയുന്നത് രക്ഷിക്കപ്പെടുകയാണ്. ചില സഭകളൊക്കെ ആ ഒരു ആശയത്തിന് വലിയ ഊന്നൽ നൽകുന്നു. നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണോ എന്നുള്ള ചോദ്യം പലപ്പോഴും നമ്മുടെ ഇടയിൽ ആവർത്തിച്ച് കേൾക്കുന്ന ഒന്നാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിലാണ് ഒരു മനുഷ്യന്റെ ആത്മീയ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സാൽവേഷൻ, രക്ഷിക്കപ്പെടുക എന്നാണ് എന്നവർ പറയുന്നത്. എന്നാൽ പൗലോസ് അപ്പോസ്തലന്റെ റോമാലേഖനം പോലെയുള്ള പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഈ ഒരു ലക്ഷ്യത്തിന് മറ്റൊരു പേരാണ് കൊടുക്കുന്നത്: നീതീകരിക്കപ്പെടുക, ടു ബി ജസ്റ്റിഫൈഡ്. പ്രത്യേകിച്ചും പ്രോട്ടസ്റ്റന്റ് സഭകൾ മാർട്ടിൻ ലൂഥറിന്റെ റിഫോർമേഷൻ കൊണ്ട് കത്തോലിക്ക സഭയിൽ നിന്ന് വിഭജിച്ചു മാറിയ ട്രഡീഷണൽ പ്രോട്ടസ്റ്റന്റ് ചർച്ചസ് ഇതിനാണ് ഊന്നൽ നൽകുന്നത്. പെന്തക്കോസ്റ്റൽ ചർച്ചസ് രക്ഷിക്കപ്പെടുക എന്നുള്ള ആശയത്തിന് ഊന്നൽ നൽകുന്നു. പ്രോട്ടസ്റ്റന്റ് ചർച്ചസ് ട്രഡീഷണൽ, ദ ലൂഥറൻ, ദ കാൽവിനിസ്റ്റ്, ദ ആംഗ്ലിക്കൻ, അങ്ങനെയുള്ള ട്രഡീഷണൽ പ്രോട്ടസ്റ്റന്റ് ചർച്ചസ് they give more emphasis to the justification by faith on the basis of the epistle of Saint Paul to the Romans. എന്നാൽ എബ്രായ ലേഖനം പോലെയുള്ള ലേഖനം വായിച്ചാൽ അവിടെ ഇതിൽ നിന്നൊക്കെ വളരെ തികച്ചും വിഭിന്നമായ ഒരു ഭാഷാ പ്രയോഗമാണ്. നിങ്ങൾ വിശ്രമത്തിലേക്ക് പ്രവേശിക്കും. 4-ാം അധ്യായത്തിൽ 3-4 അധ്യായങ്ങളിൽ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ്: നിങ്ങൾ വിശ്രമത്തിലേക്ക് പ്രവേശിക്കണം. To enter into the rest that the Lord has promised. ദൈവം വാഗ്ദത്തം ചെയ്ത വിശ്രമത്തിൽ പ്രവേശിക്കുക. അതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും? അപ്പൊ ഇങ്ങനെ പുതിയ നിയമത്തിൽ ഓരോ പുസ്തകത്തിനും യോഹന്നാന്റെ സുവിശേഷമാണെങ്കിൽ നിത്യജീവനിൽ പ്രവേശിക്കുക എന്ന് പറയും. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതിന്റെ ഒക്കെ അർത്ഥം ഏകദേശം ഒരുപോലെയാണ്. ഒരു മനുഷ്യൻ തന്റെ ആത്മീയ യാത്രയുടെ ലക്ഷ്യമായി, ഫൈനൽ പോയിന്റായി വയ്ക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഓരോ ഗ്രന്ഥത്തിന്റെയും അടിസ്ഥാനത്തിൽ വിവിധ സഭകൾ വിവിധ ആശയങ്ങൾ പറയും. നമ്മെ സംബന്ധിച്ചിടത്തോളം പൗരസ്ത്യ ഓർത്തഡോക്സ് സഭകൾ ദൈവീകരിക്കപ്പെടുക എന്നുള്ള ആശയത്തിനാണ് ഊന്നൽ നൽകുന്നത്. എന്താണ് ദൈവീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ? ഒരു മനുഷ്യൻ ദൈവമായി തീരുക എന്നാണോ? അതങ്ങനെയാണ് ഒരു മനുഷ്യന് ദൈവമായി തീരാൻ പറ്റുന്നത്? ദൈവം എന്ന് പറയുന്നത്
മറ്റൊരു സ്പീഷീസിൽപ്പെട്ട ഒരു ഒരു ആശയമല്ലേ? മനുഷ്യന്റെ നേച്ചറാണോ ദൈവത്തിന് ഉള്ളത്? ഇതൊക്കെ വളരെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അതിന്റെ ദൈവശാസ്ത്രപരമായ ചർച്ചകളിലേക്ക് ഞാനിപ്പോ പ്രവേശിക്കുവാൻ മുതിരുന്നില്ല. ഈ ഒരു ആശയം വളരെ പ്രബലമായി വന്നത് അരയോപക്കാരനായ ദീവന്നാസ്യോസ് എന്ന് പറയുന്ന ആദിമ സഭാപിതാവ് മുതലാണ്. ഡൈനീഷ്യസ് ദ അരയോപറ്റൈറ്റ്, അരയോപക്കാരനായ ദീവന്നാസ്യോസ്, അദ്ദേഹത്തിന്റെ എഴുത്തുകളിലാണ് ഈ ഡിവിനൈസേഷൻ എന്നുള്ളതിന് കൂടുതൽ പ്രാധാന്യം വന്നത്. അത് പിന്നീട് ഇങ്ങോട്ട് വരുന്ന പിതാക്കന്മാരിൽ ലയോൺസിലെ ഐറേനീസിലാണെങ്കിലും മഹാനായ അത്താനാസ്യോസിലാണെങ്കിലും കപ്പദോക്യൻ പിതാക്കന്മാരിലാണെങ്കിലും പിന്നിങ്ങോട്ട് വന്ന കൽക്കരോൻസ് ഒക്കെ കഴിഞ്ഞു വരുമ്പോൾ ഗ്രീക്ക് സഭകളുടെ ഒക്കെ വലിയ ദൈവശാസ്ത്രജ്ഞനായ ഗ്രിഗറി പാലമാസ്, അദ്ദേഹത്തിന്റെ ഒക്കെ കത്തുകളിലാണ് ഈ ആശയം വിപുലമായ രീതിയിൽ ഇതിനെ വിപുലീകരിച്ചിരിക്കുന്നത്. അപ്പോ ഒരു മനുഷ്യൻ തന്റെ ആത്മീയ യാത്രയിൽ ലക്ഷ്യമാക്കുന്നത് ദൈവീകരിക്കപ്പെടുക. ഗ്രിഗറി പാലമാസിനെ പോലെയുള്ള ആളുകൾ പറയും ദൈവത്തിന്റെ നേച്ചറിലായി തീരുക എന്നുള്ളതല്ല ഇവിടെ പറയുന്നു. തിയോളജി പഠിക്കുന്ന ഞങ്ങൾ ക്ലാസ്സുകളിൽ പഠിക്കും ദൈവത്തിന് ഊസിയായും ഉണ്ട്, എനർജിയായും ഉണ്ടെന്ന് പറയും. ദൈവത്തിന്റെ നേച്ചർ, മനുഷ്യന്റെ നേച്ചർ രണ്ടും വ്യത്യസ്തമാണ്. പക്ഷെ എനർജിയ എന്ന് പറയുന്നത് മറ്റൊരാശയമാണ്. അത് ദൈവത്തിൽ തന്നെ പ്രസരിക്കുന്ന ഒരു സംഗതിയാണ്. അതിൽ നമുക്ക് താതാത്മ്യം പ്രാപിക്കുവാൻ സാധിക്കും. അപ്പൊ അങ്ങനെ ദൈവശാസ്ത്രപരമായി ഇതിനെ അവലോകനം ചെയ്യുന്ന പിതാക്കന്മാർ ധാരാളമാണ്. അതിലേക്കൊന്നും വിശദമായി ഞാനിപ്പോ പ്രവേശിക്കുന്നത്, നമ്മുടെ ലക്ഷ്യവും അതല്ല. ഒരു മനുഷ്യൻ ദൈവം ഉദ്ദേശിച്ച രീതിയിൽ തന്റെ ജീവിതത്തെ ക്രമീകരിക്കുകയാണ് ദൈവീകരിക്കപ്പെടുക എന്നുള്ളത് കൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത്. നാം ഒക്കെയും ജനിക്കുമ്പോൾ തന്നെ ദൈവത്തിന് നമ്മെ സംബന്ധിച്ച് ഒരു പദ്ധതി, there is a plan about you, each and every one of you, the rich, the poor, the educated, the illiterate, the children as well as the adults, the Asians, the Africans, the Latin Americans, the Christians, the Hindus, whoever you are created by God and there is a plan of God about you. So whether you fulfill that purpose of God, that is very important. അവിടെ നിങ്ങൾ ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് ജീവിക്കുന്നുവോ, ദൈവം ഉദ്ദേശിച്ച ആ രീതിയിൽ. നമ്മളൊക്കെ ശാസ്ത്രജ്ഞന്മാര് ഒരു സാറ്റലൈറ്റ് ഉണ്ടാക്കുന്നു. അനേകം ശാസ്ത്രജ്ഞന്മാരുടെ കൂട്ടായ പ്രവർത്തനമാണ്. അനേകം മാസങ്ങളുടെയും വർഷങ്ങളുടെയും പഠനങ്ങളും അതുപോലെ തന്നെ പരീക്ഷണങ്ങളുടെയും ധാരാളം പണം ചെലവാക്കിയതിന്റെയും ഫലമായി ഒരു സാറ്റലൈറ്റ് ഉണ്ടാക്കി അതിനെ ബഹിരാകാശത്തേക്ക് വിക്ഷേപിക്കുമ്പോൾ ഇതുണ്ടാക്കിയ ആളുകൾക്ക് ചില സ്വപ്നങ്ങൾ. ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ഫോർ സർട്ടൻ പർപ്പസസ്. അതിനുവേണ്ടിയുള്ള എല്ലാ എക്യുപ്മെന്റ്സും അതിനുവേണ്ടിയുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും നടത്തിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. But some satellites fulfill the purpose and some others they fail to do their service. ഇതൊരു ചെറിയ ഉദാഹരണമായി ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ. ഈ ദൈവീകരിക്കപ്പെടുന്ന മനുഷ്യന്റെ പാതയിലെ ഒന്നാമത്തെ ഒരു ഘട്ടം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. To realize for what you are made. എന്തിനാണ് ദൈവം നിന്നെ ചെയ്തിരിക്കുന്നത്? എന്തിനാണ് ദൈവം നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്? What was the original purpose of God? അതൊന്ന് തിരിച്ചറിയുകയാണ് ഈ ദൈവീകരണ പദ്ധതിയുടെ ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത്. നിന്റെ ദൈവ വിളിയെ സംബന്ധിച്ച് ബോധവാന്മാരായിത്തീരുക. ചില ആളുകൾ പറയും ഞാൻ 40 വയസ്സ് വരെ വളരെ അലക്ഷ്യമായി ജീവിച്ചു,
ഞാൻ ദുർമാർഗിയായിരുന്നു, ഞാൻ കള്ളുകുടിയനായിരുന്നു, ഞാൻ ഭാര്യയെ തല്ലുന്നവനായിരുന്നു. 40-ാം വയസ്സിൽ ദൈവം എന്നെ വിളിച്ചു. മറ്റു പറയുന്നു, ഞാൻ 28 വയസ്സ് വരെ വളരെ അലക്ഷ്യമായി ജീവിച്ചു. 28-ാം വയസ്സിൽ ദൈവം എന്നെ വിളിച്ചു. വാസ്തവത്തിൽ ദൈവം നമ്മെ വിളിക്കുന്നത് 28-ാമത്തെയോ 40-ാമത്തെയോ വയസ്സിലല്ല. പരിശുദ്ധനായ യിരെമ്യാ പ്രവാചകൻ അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ തുടക്കത്തിൽ തന്റെ ദൈവവിളിയെ പറ്റി പറയുന്നു. എന്നാണ് ദൈവം തന്നെ വിളിച്ചത് എന്ന് 5-ാം വാക്യത്തിൽ പറയുന്നു. യഹോവയായ ദൈവം അദ്ദേഹത്തിന് വെളിപ്പെടുത്തി കൊടുത്ത ഒരു സത്യമാണ്. It was revealed to him by Yahweh, the creator of him. അവിടെ പറയുന്നത്, നിന്നെ ഉദരത്തിൽ ഒഴിവാക്കിയതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു, നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ വിളി എന്ന് പറയുന്നത് അവിടെയാണ്. നിന്നെ ഉദരത്തിൽ ഒഴിവാക്കിയതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു, നീ ഗർഭപാത്രത്തിൽ പുറത്തു വരുന്നതിന് മുൻപ് ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. But unfortunately, Jeremiah could not realize this for 7 years. He came to this knowledge at a later stage when he became an adult, maybe in his 30s or early 40s. പക്ഷേ ദൈവം അദ്ദേഹത്തെ വിളിച്ചത് while he was a fetus in the womb of his mother. അവിടെ വെച്ച് പറഞ്ഞത്, I have called you, I have consecrated you, and I have appointed you as the prophet of the nations. So the calling, the consecration, and even the appointment was over while you were a small child in the womb of your mother. അപ്പോയിന്റ്മെന്റ് ഓർഡറും കൊണ്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്നാണ് യിരെമ്യാ പ്രവാചകൻ തിരിച്ചറിഞ്ഞ ഒരു വലിയ സത്യം. ഈ അമ്മയുടെ വയറ്റിൽ നടക്കുന്നത് ഒരു വലിയ അത്ഭുത പ്രതിഭാസമാണ്. എനിക്ക് തോന്നുന്നു ലോകത്തിലെ മഹാത്ഭുതം എന്ന് പറയുന്നത് അമ്മയുടെ വയറ്റിൽ ഒരു ശിശു രൂപപ്പെട്ടു വരുന്ന അവസരമാണ്. അന്ന് കിട്ടിയതൊക്കെ നമുക്കിപ്പോഴും ഉണ്ട്. ആ 9 മാസം കൊണ്ട് ക്രമീകരിച്ച ഒരു കൂട്ടിനുള്ളിലാണ് ഞാനും നിങ്ങളും ഇപ്പോഴും വസിക്കുന്നത്. 100 വയസ്സ് വരെ ജീവിച്ചാലും ഇതിനു പുറമെ ഒന്നും പുതുതായി കൂട്ടിച്ചേർക്കപ്പെടുന്നില്ല. ആ 9 മാസം കൊണ്ട് 100 വയസ്സ് വരെ അല്ലെങ്കിൽ 120 വയസ്സ് വരെ ജീവിക്കാനുള്ള എല്ലാ സന്നാഹങ്ങളും ക്രമീകരിച്ച് ദൈവം നമ്മെ ലോകത്തിലേക്ക് വിടുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇറ്റ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് മിറക്കിൾ ഇൻ ദ വേൾഡ്. പലപ്പോഴും നാം അതിനെ തിരിച്ചറിയുന്നില്ല. നാം പലപ്പോഴും നമുക്ക് ഉള്ളതിനെ തിരിച്ചറിയാതെ ഇല്ലാത്തതിനെ ചൊല്ലി ആവലാതിപ്പെടുകയാണ്. പലപ്പോഴും മറ്റുള്ളവരുമായി നാം നമ്മെ തന്നെ ഒന്ന് കമ്പയർ ചെയ്ത് അവർക്കുള്ള പലതും നമുക്കില്ല എന്ന് വിചാരിച്ച് സങ്കടപ്പെട്ട് ഉള്ളതിനെ കാണാതിരിക്കുകയാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ 5-ാം ക്ലാസ് മുതൽ എൻ്റെ കൂടെ പഠിച്ച ഒരു രാമചന്ദ്രൻ കുറുപ്പുണ്ട്. ഹിന്ദുവാണ്. 1-2 വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം എന്നോട് പറഞ്ഞു, അദ്ദേഹം ഹിന്ദുവാണെങ്കിലും ക്രൈസ്തവ സഭകളുടെ പൊതു ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കുന്നതാണ്. മാരാമൺ കൺവെൻഷൻ പോലെയുള്ള പ്രസംഗങ്ങൾക്ക് പോകുന്നതാണ്. ഒരിക്കൽ എന്നോട് പറഞ്ഞു, അച്ഛാ, നിങ്ങൾ പ്രസംഗത്തിന് വളരെ സൂക്ഷിക്കണം. ചൂടുവെള്ളവും പാലും പഞ്ചസാരയും കാപ്പിപ്പൊടിയും കൂടി ഇട്ടാൽ കാപ്പിയാകുകയില്ല. ഓരോന്നും അതാതിന്റെ അളവിൽ അതാതിന്റെ പ്രൊപ്പോർഷനിൽ ഇട്ടൊന്ന് മിക്സ് ചെയ്തെങ്കിൽ മാത്രമേ രുചികരമായ കാപ്പിയാകുകയുള്ളൂ. പല പ്രസംഗകരും പാല് ചേർക്കുന്നുണ്ട്, വെള്ളം ചൂടാക്കുന്നുണ്ട്, പഞ്ചസാര ഇഷ്ടം പോലെ ഇടുന്നുണ്ട്, കാപ്പിപ്പൊടിയും ഇടുന്നുണ്ട്. പക്ഷേ വായിൽ വെച്ചാൽ ഇറക്കാൻ പറ്റാത്ത രീതിയിലാണ് എന്ന് പറഞ്ഞ് എന്നെ ഗുണദോഷിക്കുകയുണ്ടായി. ഈ മനുഷ്യൻ പറഞ്ഞ അദ്ദേഹത്തിന്റെ 85 വയസ്സുള്ള പിതാവ് കടുത്ത ആസ്മ രോഗിയായിരിക്കുമ്പോൾ ആശുപത്രിയിൽ അഡ്മിറ്റായി. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനിയിപ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനായിട്ടില്ല,
വാർദ്ധക്യത്തിന്റെ അങ്ങേയറ്റത്താണ്. ഇത് ആസ്മ എന്ന് പറയുന്നത് പെട്ടെന്ന് അങ്ങനെ മാറ്റാൻ പറ്റുന്ന ഒരു രോഗമൊന്നുമല്ല. അതുകൊണ്ട് നല്ലൊരു വിശ്രമ ജീവിതം നിങ്ങളുടെ പിതാവിന് നൽകുക, അത് മാത്രമേ നമുക്ക് കരണീയമായിട്ടുള്ളൂ. അപ്പൊ പറഞ്ഞു ഡോക്ടറെ, അത് അങ്ങനെയല്ല, ഈ ശ്വാസം കിട്ടാത്ത ചില നിമിഷങ്ങളുണ്ട്. അപ്പൊ ഞങ്ങളെല്ലാം വളരെ വെപ്രാളപ്പെടുകയാണ്, എടുത്തുകൊണ്ട് ആശുപത്രിയിൽ വരാൻ പോലുമുള്ള സമയം ലഭിക്കുന്നില്ല. അപ്പൊ ഡോക്ടർ പറഞ്ഞു, വിഷമിക്കേണ്ട, അതിനൊക്കെ സജ്ജീകരണങ്ങൾ നമുക്ക് ഏർപ്പാടാക്കാം, വീട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ മതി, ഒരു ഓക്സിജൻ സിലിണ്ടർ അവിടെ തന്നയക്കാം. അപ്പോഴാണ് മനസ്സിലായത് ഇതൊക്കെ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുന്ന സാധനങ്ങളാണ് എന്ന്. എന്തൊക്കെയാണ് അതിന്റെ പ്രായോഗികമായ കാര്യങ്ങളും ചോദിച്ചപ്പോൾ പറഞ്ഞൊരു ഫോം പൂരിപ്പിച്ചു കൊടുക്കണം, റേഷൻ കാർഡ് കാണിക്കണം, 10,000 രൂപ സെക്യൂരിറ്റി കെട്ടിവെക്കണം. അപ്പൊ ഈ സിലിണ്ടർ തന്നയക്കും. അപ്പൊ തീരുമ്പോ അടുത്ത സിലിണ്ടർ റീഫിൽ ചെയ്ത് കൊണ്ടുപോകാം. പറഞ്ഞു ഡോക്ടറെ, മറ്റൊരു പ്രശ്നമുണ്ട്, ഞാനും ഭാര്യയും അതിരാവിലെ ജോലിക്ക് പോകുന്നവരാണ്, പകൽ വീട്ടിൽ ആരുമില്ല, അച്ഛൻ മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞ ഉപകരണങ്ങളെല്ലാം കൂടെ ഘടിപ്പിക്കാനായിട്ടുള്ള ആരോഗ്യമൊന്നും ഈ രോഗിയായ അച്ഛന് പലപ്പോഴും ഉണ്ടാവുകയില്ല. അപ്പൊ ഡോക്ടർ പറഞ്ഞു, ഡോണ്ട് വറി, we will give you a more sophisticated equipment, കുറച്ചുകൂടെ പുതിയ ഒരു ഉപകരണം തന്നയക്കാം. അതിന്റെ സെക്യൂരിറ്റി 50,000 രൂപ കെട്ടിവെക്കണം. ഇറ്റ് ഈസ് മോർ സോഫിസ്റ്റിക്കേറ്റഡ്, എക്സ്പെൻസീവ് ആണ്. അതാണെങ്കിൽ നിങ്ങളുടെ അപ്പന് തന്നെ വളരെ പെട്ടെന്ന് ഘടിപ്പിക്കാൻ പറ്റും, ഫെദർ ടച്ച് ആണ് എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. അപ്പോ എന്റെ സുഹൃത്ത് എന്നോട് പറയുകയാണ്, അച്ഛാ, ഞാൻ ആ ഡോക്ടറുടെ മുറിയിൽ നിന്നപ്പോഴാണ് കഴിഞ്ഞ 53 വർഷം ഒരു ചില്ലിക്കാശ് മുടക്കാതെ ഓക്സിജൻ ശ്വസിക്കുകയായിരുന്നു എന്നുള്ളത് തിരിച്ചറിഞ്ഞത്. ഒരു ചില്ലിക്കാശ് പോലും മുടക്കാതെ കഴിഞ്ഞ 53 വർഷങ്ങളായി ഞാൻ ഓക്സിജൻ ശ്വസിക്കുകയായിരുന്നു എന്ന് ആ ഡോക്ടറുടെ മുറിയിൽ നിന്നപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ഞാൻ പറഞ്ഞു, കുറുപ്പേ, നമ്മളിപ്പോ ലങ്സിന്റെ കണക്ക് മാത്രമേ എടുത്തിട്ടുള്ളൂ, ഇതുകൊണ്ട് മാത്രം ഒരു മനുഷ്യന് ജീവിക്കാൻ ഒക്കുന്നില്ല. ദൈവം തന്നിട്ടുള്ള എത്രയോ വലിയ വലിയ കൃപകൾ. ഹൃദയത്തിന് ഒരു ആഘാതം ഉണ്ടായാൽ എത്രയോ ലക്ഷങ്ങളാണ് അതിന്റെ ചിലവുകൾ. കരളിന് ഒരു രോഗം വന്നാൽ എത്രയോ ലക്ഷങ്ങളാണ് അതിന്റെ ചിലവ്. കിഡ്നിക്ക് തകരാറ് വന്നാൽ, അത് മാറ്റിവെക്കേണ്ടി വന്നാൽ എന്തൊക്കെയാണ് അതിന്റെ നൂലാമാലകൾ. പണം മാത്രം പോരായിരുന്നു. അപ്പോ പലപ്പോഴും നാം തിരിച്ചറിയാത്ത ഒരു യാഥാർത്ഥ്യമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നു. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആരോഗ്യം എന്ന് പറയുന്നു. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഉത്തമമായ കുടുംബം എന്ന് പറയുന്നു. പലപ്പോഴും ഇത് മനസ്സിലാക്കാതെ മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തി അവർക്കുള്ളത് എനിക്കില്ലല്ലോ എന്ന് വിചാരിച്ച് ജീവിതം മുഴുവൻ സങ്കടപ്പെട്ട് കഴിയുന്ന ഒത്തിരി ഒത്തിരി ആളുകളുണ്ട്. പണ്ട് ഒരു മനുഷ്യന്റെ പ്രാർത്ഥനയെ പറ്റി കേട്ടു. I have prayed to the Lord to give me enough money to buy an expensive shoe. വളരെ വില കൂടിയ ഒരു ഷൂ വാങ്ങാൻ ഞാൻ ദൈവത്തോട് അതിനുള്ള പണത്തിന് വേണ്ടി ദിവസങ്ങളോളം പ്രാർത്ഥിച്ചു. But I stopped my prayer when I saw a man who hasn't got the feet to wear the shoes. ഞാൻ എന്റെ പ്രാർത്ഥന നിർത്തിയത് ഷൂ അണിയാൻ പാദങ്ങളില്ലാത്ത ഒരു മനുഷ്യനെ കണ്ടപ്പോഴാണ്. അതുവരെ എന്റെ പ്രാർത്ഥന മുഴുവൻ അയൽവക്കക്കാർക്കുള്ളതിലും വളരെ വില കൂടിയ ഷൂ വാങ്ങാൻ വേണ്ടിയായിരുന്നു. അതെനിക്കില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ദുഃഖിച്ചു നടക്കുകയായിരുന്നു. പക്ഷെ പാദങ്ങളില്ലാത്ത ഒരു മനുഷ്യനെ കണ്ടപ്പോ ഞാൻ എന്റെ പ്രാർത്ഥന നിർത്തി. എനിക്ക് ഷൂ അല്ല പ്രധാനം, എന്റെ പാദങ്ങളാണ് എന്ന് തിരിച്ചറിയുന്നു. അപ്പൊ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വിലയേറിയ വാഗ്ദത്തങ്ങൾ, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വിലയേറിയ സമ്പത്തുകൾ, അതിൽ സംതൃപ്തി അടയാൻ പലർക്കും സാധിക്കുന്നില്ല. അതിൽ ദൈവത്തെ തിരിച്ചറിയാൻ പലർക്കും സാധിക്കുന്നില്ല. ദൈവമാണ് എന്നെ സൃഷ്ടിച്ചത് എന്നുള്ളത് തിരിച്ചറിയണം. ഒരു അപ്പോസ്തലനും തന്റെ വിളിയെ പറ്റി പറയുന്നുണ്ട്. ഗലാത്യ ലേഖനം 1-ാം അധ്യായം 15-ാം വാക്യത്തിൽ. അവിടെ അദ്ദേഹവും പറയുന്നത് യിരെമ്യാ പ്രവാചകൻ പറഞ്ഞ അതേ ആശയം തന്നെയാണ്. എങ്കിലും എന്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തന്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം
തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ. അപ്പോ ഈ വിളിയെ തിരിച്ചറിയുക, അതാണ് ഏറ്റവും പ്രധാനം. ഈ ഒരു ജനനം മുതൽ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു എന്നുള്ളത് സങ്കീർത്തനങ്ങളിലും നാം വായിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. 22-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുണ്ട് ഇതേ ആശയം. അമ്മയുടെ ഉദരം മുതൽ വിളിച്ച് വേർതിരിക്കപ്പെട്ട ഒരവസ്ഥയെ പറ്റി. ഗർഭപാത്രത്തിൽ നിന്ന് ഞാൻ നിങ്ങൾ ഏൽപ്പിക്കപ്പെട്ടു, എന്റെ അമ്മയുടെ ഉദരം മുതൽ നീ എന്റെ ദൈവം. ഗർഭപാത്രത്തിൽ നിന്ന് ഞാൻ നിങ്ങൾ ഏൽപ്പിക്കപ്പെട്ടു, എന്റെ അമ്മയുടെ ഉദരം മുതൽ നീ എന്റെ ദൈവം. അവിടെയാണ് തുടക്കം. അപ്പൊ ഈ ദൈവവിളിയെ പറ്റി ഒന്ന് തിരിച്ചറിയണം. പല ആളുകളും ദൈവവിളിയെ പറ്റി തിരിച്ചറിഞ്ഞ ആളുകളാണ് ഇസ്രായേലിന്റെ ചരിത്രത്തിലാണെങ്കിലും ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിലാണെങ്കിലും വലിയ വലിയ വിശുദ്ധന്മാരായി മാറിയത്. ദീർഘദർശിയായ മോശയുടെ കഥ തന്നെ വലിയ ഉദാഹരണമാണ്. മോശയെ ദൈവം വിളിച്ച് ഒരു നിയോഗം നൽകിയ നിമിഷം പുറപ്പാട് പുസ്തകം 3-4 അധ്യായങ്ങളിൽ നാം വായിക്കുന്നു. 5 തവണയെങ്കിലും മോശ പറഞ്ഞു, എന്നെ കൊണ്ടത് പറ്റുന്നതല്ല. ആദ്യം പറഞ്ഞു, ഞാൻ നിന്നെ അറിയുകയില്ല. പിന്നീട് പല തടസ്സങ്ങളും പറയുകയാണ്. മോശയുടെ കഥ നമുക്കറിയാം. ഒരു കൊച്ചു കുഞ്ഞായി ഞാമണപ്പെട്ടകത്തിലാക്കി നൈൽ നദിയിൽ കൂടെ ഒഴുക്കിവിട്ട ആ പെട്ടകം, അത് ഫറവോന്റെ രാജകുമാരി ആ പെട്ടകത്തിൽ അടുപ്പിച്ച് ഈ ശിശുവിനെ കണ്ട് കൊട്ടാരത്തിൽ വളർത്തുന്നു. ഫറവോന്റെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ മോശ ആ കൊട്ടാരത്തിൽ മുഴുവൻ ഓടിച്ചാടി കളിക്കുകയായി. ഫറവോന്റെ കൊട്ടാരത്തിന്റെ ഒരു ഭാഗവും മോശയ്ക്ക് അടുക്കാൻ വയ്യാത്തതായി ഇല്ലായിരുന്നു. ഫറവോനോട് ഒപ്പമിരുന്ന് ഭക്ഷണം കഴിച്ച മോശ, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഫറവോൻ ഇങ്ങനെ കൈയൊക്കെ മുമ്പോട്ട് കുത്തി മുട്ടും കുത്തി ആന കളിച്ചിരുന്നെങ്കിൽ മോശ ഫറവോന്റെ വടലിക്കിരുന്ന് ആന കളിച്ച ആളാണ്. ആ കൊട്ടാരത്തിൽ 10-40 വർഷം വളർന്ന ഒരു ചെറുപ്പക്കാരൻ. അന്നു മുതൽ മോശ ഇങ്ങനെ കാണുന്നുണ്ട്, ഈ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യ അധിപന്റെ അടുക്കൽ മറ്റു രാജാക്കന്മാർ വരുന്നത്, മന്ത്രിമാർ വരുന്നത്, മറ്റു രാജ്യങ്ങളിൽ യുദ്ധങ്ങൾ ആരംഭിക്കുന്നത്, മറ്റു രാജ്യങ്ങളിൽ യുദ്ധങ്ങൾ നിർത്തുന്നത്, രാജ്യത്ത് നിയന്ത്രിക്കാനാവാത്ത പ്രയാസങ്ങൾ വരുമ്പോൾ, ക്ഷാമം വരുമ്പോൾ എങ്ങനെയാണ് ഫറവോൻ ഇടപെട്ടത്? പട്ടിണി വരുമ്പോ എങ്ങനെയാണ് ഇടപെട്ടത്? പ്രകൃതിക്ഷോഭം വരുമ്പോ എങ്ങനെയാണ് ഇടപെട്ടത്? അന്യരാജ്യങ്ങളോട് എങ്ങനെ പെരുമാറി? ഇതൊക്കെ കണ്ടു മനസ്സിലാക്കി മോശ 40 വർഷം വളർന്നു. വാസ്തവത്തിൽ മോശയ്ക്ക് ദൈവം ഒരു ട്രെയിനിങ് കൊടുക്കുകയായിരുന്നു. എന്തിനു വേണ്ടിയായിരുന്നു ട്രെയിനിങ്? ഇതേ ഫറവോനോട് എതിർത്ത് നിൽക്കുന്നതിന്. So God has prepared an intensive training for Moses in the palace of the Pharaoh who later became his greatest enemy. ഇതാണ് ദൈവത്തിന്റെ പദ്ധതി. പലപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നില്ല. മോശ ഒട്ടും പറഞ്ഞില്ല. മോശ വിചാരിച്ചു, ഞാൻ ഫറവോന്റെ കുടുംബത്തിൽപ്പെട്ടയാളാണ്, അടുത്ത ഫറവോനായി അധികാരം ഏൽക്കുവാൻ തക്കവണ്ണം സാധ്യതയുണ്ടായിരുന്നു മോശയ്ക്ക്. എല്ലാവരുടെയും പ്രീതി സമ്പാദിച്ച ഒരു ചെറുപ്പക്കാരൻ, വിജ്ഞാനിയായ ഒരു ചെറുപ്പക്കാരൻ. പക്ഷെ 40 വയസ്സോളം ആയപ്പോഴാണ് എന്നും മോശ പുറത്തു കണ്ട ഒരു വലിയ ജനതയുണ്ടായിരുന്നു. ഇസ്രായേലിന്റെ ഒരു വലിയ ജനക്കൂട്ടം, അടിമകളായി കഴിയുന്ന ആളുകൾ. ഒരു കാലത്ത് അവര് ഏറ്റവും പ്രധാനപ്പെട്ട അതിഥികളായി കടന്നു വന്നവരാണ്. യോസേഫിന്റെ കാലത്ത് ഏറ്റവും ബഹുമാനമുള്ള അതിഥികളായിരുന്നു. അവർക്കത് ജോലി വളരെ എളുപ്പമായിരുന്നു. കെട്ടിടങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അവരുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഭാവി ഉണ്ടായിരുന്നു. പക്ഷെ യോസേഫിനെ അറിയാത്ത ഫറവോൻ വന്നത് മുതൽ അവർ അടിമകളായി. ഈ ജനം പുറത്ത് ഇഷ്ടികയ്ക്ക് ചേർന്ന് കുഴയ്ക്കുന്നത് മോശ കണ്ടിട്ടുണ്ട്. പലപ്പോഴും അവരോട് സിമ്പതി തോന്നിയിട്ടുണ്ട്. ഈജിപ്തിൽ ഇന്ന് കാണുന്ന പിരമിഡുകളുടെ കല്ലും ചുമന്നുകൊണ്ട് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ആ പിരമിഡുകൾ കയറി ഇറങ്ങുമ്പോൾ മോശ കിളിവാതിൽ കൂടെ നോക്കി ഇവരുടെ കഷ്ടപ്പാടുകളെ പറ്റി സിമ്പതൈസ് ചെയ്തിരുന്നു. അന്ന് മോശ വിചാരിച്ചു, ഇതൊരു പുറജാതിയാണ്, ഞാൻ ഫറവോന്റെ കൊട്ടാരത്തിൽപ്പെട്ട ആളാണ്.
പക്ഷേ പെട്ടെന്നൊരു നിമിഷം മോശ തിരിച്ചറിയുന്നു, ഐ ബിലോങ് ടു ദിസ് നേഷൻ. I don't belong to the family of the Pharaoh. I'm not an Egyptian. I'm a Hebrew by birth. ഇത് തിരിച്ചറിഞ്ഞ മോശ അവിടെ നിന്ന് ഓടുകയാണ്. മോശയുടെ മനസ്സിൽ ഒരു അഗ്നി ആളിക്കത്തുകയാണ്. ഈ അഗ്നി ഏത് യുവാവിന്റെയും ഹൃദയത്തിൽ ഉണ്ടാവുന്ന അഗ്നിയാണ്. പ്രതിഷേധത്തിന്റെയും വാശിയുടെയും വൈരാഗ്യത്തിന്റെയും എതിർപ്പിന്റെയും അഗ്നിയാണ്. The fire of vengeance. അതുകൊണ്ട് മോശ ഓടിപ്പോകുന്ന വഴിയിൽ ഒരു ഈജിപ്ഷ്യനെ തല്ലിക്കൊള്ളുന്നു. അതാണ് പറയുന്നത്, മോശയുടെ ആദ്യത്തെ മനസ്സിൽ വന്ന ആദ്യത്തെ അഗ്നി ഈ പ്രതികാരത്തിന്റെ അഗ്നിയായി, വെറുപ്പിന്റെ. It was the fire of hate, the fire of vengeance and the fire of depressive feelings. ഓടി ഓടി മോശ വന്ന് യിത്രോവിന്റെ പെൺമക്കൾ വെള്ളം കോരാൻ വന്ന ഒരു കിണറിനരികെ തളർന്നു വീഴുകയാണ്. അവര് മുഖത്ത് വെള്ളമൊക്കെ തളിച്ച് വെള്ളമൊക്കെ കൊടുത്ത് വീട്ടിൽ കൊണ്ടുപോയി. യിത്രോവിന് വലിയ സന്തോഷമായി. 7 പെൺമക്കളാണ്, ആൺപതി ഒന്നുമില്ല. തന്റെ ആടുമാടുകളെ മേയിക്കാനായിട്ട് തന്റെ ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിക്കാൻ പറ്റിയ ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ. അവനെ ഏൽപ്പിച്ചു ഈ ആടുമാടുകളെ മുഴുവൻ. മോശ അന്ന് മുതൽ ഈ സീനായി മലയൊക്കെ കയറി ഇറങ്ങുകയാണ്. അന്ന് സീനായി മലയ്ക്ക് വിശുദ്ധിയൊന്നുമില്ല, സാധാരണ ഒരു മലയാണ്. ഈ ആടുകളെ മേയിച്ചുകൊണ്ട് മോശ രാവിലെ ഇറങ്ങും. കുന്നുകളും താഴ്വരകളും താണ്ടി പോയ വഴിക്ക് ഒരു കാഞ്ഞിടത്തിൻ കമ്പ് ഒടിച്ചെടുത്ത് ഊന്നുവടിയുമാക്കി. ആ വടി ഊന്നി പിടിച്ചുകൊണ്ടാണ് മോശ ഈ പർവ്വതത്തിലെല്ലാം കയറി ഇറങ്ങിയത്, ആടുകളെ മേയിച്ചുകൊണ്ട് നടന്നത്. ഈ വടി കൊണ്ട് കുതിരകളെ ഓടിക്കുകയും ആടുകളെ ഡിസിപ്ലിൻ ചെയ്ത് നിർത്തുകയൊക്കെ ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മുൾപ്പടർപ്പിൽ മോശ ഒരു അഗ്നി കാണുന്നത്. ഇറ്റ് വാസ് ദ സെക്കൻഡ് ഫയർ. തന്റെ ആത്മാവിനുണ്ടായ, തന്റെ ഹൃദയത്തിലുണ്ടായ രണ്ടാമത്തെ ഒരു അഗ്നിയാണ്. നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകിയാൽ കാലിൽ നിന്ന് ചെരുപ്പ് അടിച്ചിട്ടേക്കുക. മോശയ്ക്ക് പുതിയ ഒരു വെളിപാടാണ്. മോശയോട് ദൈവം അരുളി ചെയ്യുന്നു, ഈ 10,000 വരുന്ന ലക്ഷങ്ങൾ വരുന്ന ഇസ്രായേൽക്കാരുടെ നേതാവായി ഫറവോനോട് പോരാടി അവരെ വിടുവിക്കണം എന്നുള്ള വലിയ ദൗത്യം. മോശയ്ക്ക് അറിയാം ഫറവോൻ ആരാണ് എന്നറിയാം. ഫറവോന്റെ ശക്തി മോശ ജനനം മുതൽ, ചെറുപ്പം മുതൽ കണ്ട് വളർന്നവനാണ്. അതിന്റെ മുമ്പിൽ താൻ ആരുമല്ല. തനിക്ക് സൈന്യ വ്യൂഹങ്ങളില്ല, തനിക്ക് അവർക്കുള്ള ആയുധങ്ങളില്ല, അതിനുള്ള സന്നാഹങ്ങളില്ല, അതിനുള്ള അവരെ നയിക്കുവാൻ തക്കവണ്ണമുള്ള ശേഷിയൊന്നുമില്ല. പക്ഷെ ദൈവം മോശയെ ശക്തിപ്പെടുത്തുകയാണ്. മോശ ആദ്യം പറഞ്ഞു, ലോർഡ് ഐ ഡു നോട്ട് നോ യു. അതാണ് ആദ്യത്തെ ഒരു പ്രശ്നം. ദൈവവിളി അനുസരിക്കാതിരിക്കാൻ മോശ പറഞ്ഞ ഒന്നാമത്തെ തടസ്സം പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. ഐ ഡു നോട്ട് നോ യു. എനിക്കിതിനെ അറിഞ്ഞുകൂടാ. വി ആർ സ്ട്രേഞ്ചേഴ്സ്. ദൈവം കൊടുക്കുന്ന ഉത്തരം ഐ ആം ഹു ഐ ആം. എബ്രായ ഭാഷയിൽ ഹയാ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭാഗമുണ്ട്. നമ്മുടെ ഇംഗ്ലീഷിൽ ടു ബി എന്ന് പറയുന്ന അതേ അർത്ഥം. അതാണ് നമ്മുടെ സബ്ജക്റ്റ് മാറി വരുമ്പോൾ സബ്ജക്റ്റ് ഐ ആണെങ്കിൽ ആം എന്നാക്കും, ഹി ഷീ ഓർ ഈസ് ആണെങ്കിൽ ഇറ്റ് ആണെങ്കിൽ ഈസ് ആക്കും, വാസ് ആക്കും. വി ഓർ ദേ ആണെങ്കിൽ ആം ആൻഡ് വേർ ആം. The basic verbal form is to be. ഇതേ അർത്ഥമാണ് എബ്രായ ഭാഷയിലെ ഹയാഹിന്. അതിന്റെ തേർഡ് പേഴ്സൺ സിംഗുലർ ആണ് യാഹ്വേ, വൺ ഹു ഈസ്. അപ്പൊ യഹോവ എന്ന് പറഞ്ഞാൽ അതൊരു നാമമല്ല, മറിച്ച് ദൈവത്തിന്റെ ഉണ്മയെ കുറിക്കുന്ന ഒരു പദമാണ്. വൺ ഹു ഈസ്, ഉണ്മയുള്ളവനാരോ അതാണ് ദൈവം. വൺ ഹു ഹാസ് ഗോട്ട് ദ ബീയിങ്. അതുകൊണ്ടാണ് പറയുന്നത് ഐ ആം ഹു ഐ ആം. അത് കഴിയുമ്പോൾ മോശ പറയുന്നു, എനിക്ക് ഇസ്രായേൽക്കാരെ അറിയാം, അവരുടെ ഇടയിൽ നേതാവാകണമെങ്കിൽ I should perform certain miracles. They only believe in the miracle workers. ഇസ്രായേൽക്കാരുടെ എക്കാലവുമുള്ള ഒരു സ്വഭാവമാണ് അടയാളങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു അപ്പോസ്തലൻ പറയുന്നുണ്ടല്ലോ, ഗ്രീക്കുകാർക്ക് ജ്ഞാനവും
യഹൂദന്മാർക്ക് അടയാളം വളരെ പ്രധാനപ്പെട്ടതാണ്. 1 കൊരിന്ത്യർ ലേഖനത്തിൽ നാം വായിക്കും. അപ്പോ I'm not able to perform any signs. I'm not a miracle worker. Then how can I become their leader? അപ്പം ദൈവം പറയുകയാണ്, നിന്റെ കയ്യിൽ എന്താണ് ഇരിക്കുന്നത്? അപ്പൊ പറഞ്ഞു, ഞാനെന്റെ യാത്ര തുടങ്ങിയപ്പോ ഒരു കാഞ്ഞിരത്തെക്കം പൊട്ടിച്ച് കയ്യിൽ പിടിച്ചതാണ്. അത് താഴോട്ടിട്ട് ഇട്ടപ്പോൾ സർപ്പമായി. മോശ പറഞ്ഞു, ഇതുകൊണ്ടായില്ല. അവരുടെ ഇടയിൽ ഇങ്ങനെ മാജിക്ക് കാണിക്കുന്ന ഒത്തിരി പേര്. ഇപ്പൊ ദൈവം പറഞ്ഞ സർപ്പത്തിന്റെ വാലിലൊന്ന് കടന്നു പിടിച്ചപ്പോൾ അത് വീണ്ടും ഈ വടിയായി മാറുകയാണ്. ഇത് മറ്റവർക്ക് ചെയ്യാൻ പറ്റുന്ന അതിശയമല്ല. മോശ കുറച്ചുകൂടെ കൺവിൻസ്ഡ് ആയി. എങ്കിലും മോശ പിന്നെയും പറയുന്നു, എനിക്ക് പ്രസംഗിക്കാൻ അറിഞ്ഞുകൂടാ. I'm not a rhetorician. I'm not a speaker. How can one become a leader if he is not able to communicate his ideas with the people? അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ലോകത്തിലെ നേതാക്കന്മാരൊക്കെയും ഉജ്ജ്വല പ്രസംഗകരാണ്. പ്രസംഗം കൊണ്ടാണ് ഒരു സമൂഹത്തെ മാറ്റുന്നത്. എഴുത്തുകാരേക്കാൾ ആളുകളെ പെട്ടെന്ന് മാറ്റുന്നത് പ്രസംഗകരാണ്. എഴുത്തുകാരുടെ സ്വാധീനം ആളുകളുടെ ഇടയിൽ വലുതായിട്ടുണ്ട് എന്നുള്ളത് ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ ലോകത്തിൽ വിപ്ലവങ്ങൾ നടന്നിട്ടുള്ളത് മുഴുവൻ, വലിയ വലിയ സമൂലമായ മാറ്റങ്ങൾ വന്നിട്ടുള്ളത് ഉജ്ജ്വല പ്രസംഗങ്ങളിൽ കൂടിയാണ്. അത് കാൾ മാർക്സ് ആണെങ്കിലും V.I. ലെനിൻ ആണെങ്കിലും എന്തിനേറെ അഡോൾഫ് ഹിറ്റ്ലർ ആണെങ്കിലും നശീകരണമായ പ്രവണതയിലേക്ക് പോലും ഒരു വലിയ ജനതയെ നയിച്ചത് കൊറിയ മനുഷ്യനായ ഹിറ്റ്ലറിന്റെ പ്രസംഗ പാഠവും കൊണ്ടായിരുന്നു. മോശമായിരുന്നു, എനിക്ക് പ്രസംഗിക്കാൻ അറിഞ്ഞുകൂടാ. How can I become a leader for this last nation? ദൈവം പറയുന്നു, I will appoint an assistant for you. അഹരോൻ നിനക്ക് വേണ്ടി അസിസ്റ്റന്റ് ആയിരിക്കും. He will speak to the people. But I want you as a leader. നിനക്ക് ചെയ്യാൻ പറ്റുന്നത് അഹരോന് ചെയ്യാൻ ഒക്കുന്നില്ല. Because you are chosen by the Lord for a definite purpose. മോശയെ അങ്ങനെ ധൈര്യപ്പെടുത്തുകയാണ്. വീണ്ടും മോശ 4-ാം അധ്യായത്തിൽ വരുമ്പോൾ പറയുന്നു, Lord, you send somebody else. Don't send me. You send somebody else. വേറെ ആരെയെങ്കിലും അയച്ചു, എന്നെ അയക്കണ്ട. അപ്പൊ ദൈവം അല്പം ശബ്ദമൊക്കെ കഠിനമാക്കി മോശയെ ശാസിച്ച് തന്റെ നിയോഗത്തിന് പ്രാപ്തനാക്കുകയാണ്. ഈ ആളുകളെ മേയിച്ചുകൊണ്ട് നടന്ന മോശ ഈ ഊന്നുവടിയുമായി പണ്ട് കയറി ഇറങ്ങിയ സീനായി മലയിൽ കൂടെ ഇപ്പൊ നടക്കുന്നത് പരിശുദ്ധനായ ഒരു മനുഷ്യനായിട്ടാണ്. വെറും ഒരു കാഞ്ഞിരത്തെങ്കമ്പ് കയ്യിലുണ്ടായിരുന്നത് ഇപ്പോ യോർദാനെ വിഭജിക്കുന്നു, ചെങ്കടലിനെ വിഭജിക്കുന്നു, ഫറവോനെ ഭീതിപ്പെടുത്തുന്ന 10 വാദങ്ങളുടെ ഉപകരണമായി മാറും. അപ്പൊ ദൈവം നമുക്ക് നൽകുന്ന ലിമിറ്റഡ് റിസോഴ്സസ് can become instruments for great functions. നമ്മുടെ കയ്യിൽ ദൈവം തരുന്ന കൊച്ചു കൊച്ചു ആയുധങ്ങൾ, കൊച്ചു കൊച്ചു റിസോഴ്സസ്, that can become instruments for greater functions. അത് വലിയ വലിയ പ്രവർത്തനങ്ങൾക്ക് ഉപകരണങ്ങളായി മാറും. അതാണ് ദൈവവിളിയുടെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം എന്ന് പറയുന്നത്. ദൈവം നിങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ, ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ, ദൈവം നിങ്ങളെ വിശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ, it is not important how much rich you are, how much educated you are, how much you belong to the noble families. These are less important. The most important factor is the call of God. ദൈവത്തിന്റെ വിളിയും തെരഞ്ഞെടുപ്പുമാണ് ഏറ്റവും പ്രധാനം. പത്രോസ് അപ്പോസ്തലന് ഈ ഒരു വിളി മനസ്സിലാക്കിയാണ്. പത്രോസിന്റെ അതുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. 10-ാം വാക്യം. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. പത്രോസിന്റെ വിളിയെ പറ്റി നാം കാണുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിലാണ്. ഗന്നസരത്ത് തടാകം,
നമ്മുടെ കയ്യിലുള്ള ബൈബിളിന്റെ ഏറ്റവും ലാസ്റ്റ് പേജസിൽ ഇസ്രായേലിന്റെ ഒരു മാപ്പ് കൊടുത്തു. അത് നോക്കിയാൽ യോർദാൻ നദി ഒരു നൂല് പോലെ കാണാം. അതിന്റെ വടക്കേ അറ്റത്ത് ബലൂൺ പോലെ, ചെറിയ ബലൂൺ പോലെ കാണുന്നതാണ് ഈ ഗനസരത്ത് തടാകം. അതിന് മറ്റു രണ്ട് പേരുകളുണ്ട്, ഗലീല തടാകമെന്നും തിബരിയോസ് തടാകം. ഇത് മൂന്നും ഒരു തടാകത്തിന്റെ പേരാണ്. താഴെ ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ചും കൂടെ വലിയ ഒരു കാച്ചൽ പോലെ ഇവിടെ ചാവുകടൽ അതും കിടക്കുന്നു. ഈ ഗനസരത്ത് തടാകത്തിന്റെ അരികെ യേശു ഒരിക്കൽ നിൽക്കുകയാണ്. ലൂക്കോസ് 5-ാം അധ്യായത്തിൽ പറയുന്നു. അപ്പൊ പത്രോസിന്റെ നേതൃത്വത്തിലുള്ള ഏതാനും യുവാക്കന്മാർ രാത്രി മുഴുവൻ മീൻ പിടിക്കാൻ ശ്രമിച്ചിട്ട് അവിടെ വന്ന് ഈ പടക് കഴുകുകയും വല കഴുകുകയും ഒക്കെ ചെയ്യുകയാണ്. മീൻപിടുത്തക്കാരുടെ ജീവിതം പ്രത്യേകിച്ച് തീരപ്രദേശത്ത് വന്നിട്ടുള്ള ആളുകൾക്ക് ഓർമ്മതാണ്. രാത്രിയിലാണ് അവരുടെ അധ്വാനം പ്രധാനമായി. അപ്പോ രാവിലെ വന്ന് ഇവരിങ്ങനെ 2 പടകിലാണ് പോയത്. ഇത് രണ്ടും പത്രോസിന്റെ ഓണർഷിപ്പിലുള്ളത്. ഒരു കൂട്ടം ചെറുപ്പക്കാർ, ആരോഗ്യമുള്ള ചെറുപ്പക്കാർ. പക്ഷേ ഈ ദിവസത്തിന്റെ പ്രാധാന്യം രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. They didn't catch even a single fish, and their labor of the last night was in vain. അവർക്കൊന്നും കിട്ടിയില്ല. അങ്ങനെ നിരാശയോടെ പരസ്പരം പഴി പറഞ്ഞ് കുറ്റം ആരോപിച്ച് ഈ പടകമൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പത്രോസ് അറിയപ്പെട്ട ഒരു മീൻപിടുത്തക്കാരനാണ്, ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ, സാഹസികനായ ഒരു കടൽ യാത്രികൻ. തിരമാലകളോട് പോരാടി കാലാവസ്ഥയോട് മല്ലിട്ട് ആഴക്കടലിൽ പോയി മത്സ്യബന്ധനം നടത്തുന്ന ആളാണ് പത്രോസ്. വീട്ടിൽ അമ്മാവിയമ്മ ഉൾപ്പെടെയുള്ള ഒരു സമൂഹം വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ പിടിച്ചുകൊണ്ട് പോകുന്ന മീൻ വിട്ടിട്ട് വേണം, അത് ചന്തയിൽ കൊണ്ട് വിട്ടിട്ട് വേണം അന്നത്തെ അരിയും സാമാനങ്ങളും വാങ്ങിക്കുവാൻ. പത്രോസ് ജീവിതത്തിൽ വിജയിച്ചു എന്ന് കണ്ടിട്ട് ഈ ചെറുപ്പക്കാരുടെ കൂടെ കൂടിയിരിക്കുകയാണ്. കാരണം ഇദ്ദേഹത്തിന്റെ കൂടെ കൂടിയാൽ പട്ടിണി ഉണ്ടാകുകയില്ല, എന്തെങ്കിലുമൊക്കെ പിടിക്കാൻ പറ്റും, അത്ര കഴിവുള്ള ആളാണ്. പക്ഷെ ഈ രാത്രിയിൽ they are disappointed. They didn't get anything. ഒന്നും തന്നെ കിട്ടുന്നില്ല. അപ്പൊ സാധാരണ ഭാഷയിൽ പഴി പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരിക്കും. ഒരുവൻ മറ്റൊരുവനെ പഴി പറഞ്ഞുകൊണ്ടായിരിക്കും, നീ ഇന്നലെ 5 മിനിറ്റ് ലേറ്റായി വന്നത് കൊണ്ടാണ് നമ്മൾ ഇറങ്ങാൻ താമസിച്ചു, അങ്ങോട്ട് പോയപ്പോൾ കിഴക്കോട്ട് പോകണമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ പടിഞ്ഞാട്ടോട്ട് പോയി, അവിടെ ചില ആളുകൾ അതിലേക്ക് കഥ പറഞ്ഞുകൊണ്ട് നിന്നു. ഇങ്ങനെ ഒത്തിരി കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ട് ആയിരിക്കും നിൽക്കുന്നു. അപ്പൊ യേശുദമ്പുരാൻ കരയിൽ വന്നിട്ട് പറയുന്നു, ഈ പടകില് ഒരെണ്ണം അല്പം മുമ്പോട്ട് നീക്കിയിരുന്നു. യേശു അതിൽ കയറി നിന്നിട്ട് ഒരു പ്രസംഗം നടത്തുകയാണ്. ഒരു പർവ്വതത്തിലാണെങ്കിൽ മുകളിൽ നിന്നാൽ താഴെയുള്ള ആളുകളെ അഡ്രസ് ചെയ്യുക. തീരപ്രദേശത്ത് കടൽക്കരയിൽ ധാരാളം പേര് നിൽക്കുന്നത് കൊണ്ട് അവിടെ മുഴുവൻ അഭിമുഖീകരിക്കുവാൻ തക്കവണ്ണം ഈ പടക് നടുക്കോട്ട് നീക്കി നിർത്തി യേശു പ്രസംഗിക്കുകയാണ്. ദേഷ്യപ്പെടാതിരിക്കുമോ? നമ്മൾക്ക് വരെ മീൻ പിടിക്കാൻ പോയിട്ട് ഒന്നും കിട്ടിയില്ല, എങ്ങനെയെങ്കിലും വീട്ടിൽ പോകാം, ഭാര്യയുടെ മുഖം എങ്ങനെയായിരിക്കുമെന്ന് തീർത്തും അറിയാം. അവിടെ ഉണ്ടാകുന്ന വഴക്കുകളും സംഘർഷങ്ങളും ഒക്കെ മനസ്സിൽ വെച്ച് നിൽക്കുമ്പോഴാണ് ഇവിടെ ഒരാള് പ്രസംഗം ആരംഭിച്ചിരിക്കുന്നത്. ആ പ്രസംഗമൊക്കെ വളരെ വളരെ ശ്രദ്ധയോടെ കേട്ടു കഴിയുമ്പോഴാണ് അടുത്ത അത്ഭുതം. യേശു പറയുന്നു, ഇനി വലത്തോട്ട് നീക്കി വല വീശണം. അത് കൊള്ളാം. കൊല്ലക്കുഴിയില് സൂചി വിൽക്കാൻ വന്നിരിക്കുകയാണ്. മീൻ പിടിക്കാൻ മാത്രമേ ഇവർക്ക് അറിയുള്ളൂ. ഇവിടെ മീൻപിടുത്തക്കാരായി വളർന്നു വന്നവരാണ്. ആകപ്പാടെ അറിയാവുന്ന ജോലി മീൻപിടുത്തമാണ്. അതെല്ലാം വെച്ചിട്ട് ആ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് അപ്പോഴാണ് അപരിചിതനായ ഒരാൾ പറയുന്നത്, അങ്ങോട്ട് നീക്കി വീശാൻ ഇപ്പം മീൻ കിട്ടും. ദേഷ്യം വരേണ്ട ഒരു സമയമാണ്. എന്തായിരുന്നാലും പത്രോസ് അനുസരിക്കുകയാണ്. വെളുത്ത മീൻകൂട്ടം വലയിൽ കയറി അത് വലിച്ച് കയറ്റുവാൻ ഈ ചെറുപ്പക്കാരെല്ലാം കൂടെ ശ്രമിക്കുമ്പോ പത്രോസ് എന്താ ചെയ്തതെന്ന് അറിയാമോ? യേശുവിന്റെ കാൽക്കൽ വീണു. അയ്യോ, ഞാൻ പാപിയായ മനുഷ്യൻ, നീ എന്നെ വിട്ടു പോകണമേ എന്ന് അപേക്ഷിച്ചു. അയ്യോ, ഞാൻ പാപിയായ മനുഷ്യൻ, നീ എന്നെ വിട്ടു പോകണമേ എന്ന് അപേക്ഷിച്ചു. പത്രോസിന്റെ ദൈവവിളിയുടെ നിമിഷമായി. പ്രിയമുള്ളവരെ, പലപ്പോഴും നാം ദൈവവിളി തിരിച്ചറിയുന്നത് ഇതുപോലെയുള്ള നിമിഷങ്ങളിലാണ്. When all your expertise fail, when all your resources become futile,
when all your education become meaningless, there you may hear the voice of the Lord. അവിടെയാണ് ചിലപ്പോ ദൈവശബ്ദം കേൾക്കുന്നത്. എനിക്കറിയാം, സുന്ദരിമാരായ മക്കൾ, നല്ല വിദ്യാഭ്യാസമുണ്ട്, ഇഷ്ടംപോലെ പണം കെട്ടിക്കുമ്പോൾ കൊടുക്കാൻ വേണ്ടി കരുതി വച്ചിരിക്കുകയാണ്. പക്ഷേ എന്തുകൊണ്ടോ വിവാഹം നടക്കുന്നില്ല. സാധാരണ കുട്ടികളുടെ പ്രായത്തിൽ വിവാഹം നടക്കുന്നില്ല. കുട്ടിക്ക് സൗന്ദര്യമില്ലാഞ്ഞിട്ടല്ല, വിദ്യാഭ്യാസം കുറവായിട്ടല്ല, ആരോഗ്യം കുറവായിട്ടല്ല, സ്വഭാവ ദൂഷ്യമുണ്ടായിട്ടല്ല, കൊടുത്തയക്കാൻ പണമില്ലാഞ്ഞിട്ടല്ല. Somehow or other it doesn't happen. നല്ല ബിസിനസ് സ്കൂളിൽ പോയി പഠിച്ചു, നല്ല ഇൻഫ്രാസ്ട്രക്ചറോടുകൂടി ഒരു ബിസിനസ് ആരംഭിച്ചു, അവിടെ ഏറ്റവും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളെ നിയമിച്ചു. But somehow or other nothing happens. ഒന്നും നടക്കുന്നില്ല, ബിസിനസ് പുരോഗമിക്കുന്നില്ല. ഈ ഒന്നുമില്ലാതെ ചില ആളുകൾ വലിയ വിജയത്തിൽ ബിസിനസ് നടത്തുന്നു. ഏറ്റവും ഹാർവാർഡ് സ്കൂളിൽ പോയി ബിസിനസ്സിൽ അഡ്മിനിസ്ട്രേഷനിൽ ഡിഗ്രി സമ്പാദിച്ചതാണ്. And all the equipments are there, all the latest equipments are there, a trained team is there to guide him, but somehow or other nothing happens. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള നിമിഷങ്ങൾ പലപ്പോഴും കടന്നു വരും. ഒന്നും നടക്കാത്ത നിമിഷങ്ങൾ. When all efforts became futile, നമ്മുടെ എല്ലാ പ്രയത്നങ്ങളും വിഫലമായി തീരുന്ന നിമിഷങ്ങൾ. ചിലപ്പോഴുണ്ട് തീരാ രോഗത്തിന്റെ രീതിയിലാണ് ഇത് കടന്നു വരുന്നത്. എന്നും പ്രാർത്ഥിക്കുന്നയാൾ, ഉപവസിക്കുന്നയാൾ, സൽസ്വഭാവിയായി ജീവിക്കുന്നയാൾ, പക്ഷേ പ്രതീക്ഷിക്കാത്ത നിമിഷം ഒരു ഭാരം നമ്മിലേക്ക് കടന്നു വരികയാണ്. കഴിഞ്ഞ ആഴ്ച ഭദ്രാസനത്തിലെ സൺഡേ സ്കൂളിന്റെ അധ്യാപക പ്രതിനിധിയായ കെ ജെ യോഹന്നാൻ സാറിന്റെ മൂത്ത മകളും മരുമകനും ഒരു കുഞ്ഞും ഒരു കാർ അപകടത്തിൽ മരിച്ചു. പത്രത്തിൽ നിങ്ങൾ വായിച്ചു കാണും. സേലം ഭാഗത്ത് അടുത്ത്. അദ്ദേഹം സൺഡേ സ്കൂൾ അധ്യാപക പ്രതിനിധിയാണ്. ദീർഘകാലമായി ഒരു മികച്ച അധ്യാപകനായിരുന്നു. നാഷണൽ അവാർഡ് വരെ കിട്ടിയ ആളാണ്. His wife was also a teacher. 3 പെൺകുട്ടികൾ, അതിൽ ഏറ്റവും മുതിർന്ന പെൺകുട്ടിയാണ്. ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്നു. 2 പേർക്കും സിംഗപ്പൂരിലേക്ക് പോകത്തക്കവണ്ണം പ്രൊമോഷനൊക്കെ കിട്ടി. And they got the visa, they got the tickets, they got everything. And they wanted to visit Bible Church and then come back to Bangalore, and then they wanted to fly to Singapore. പക്ഷേ വളരെ അവിചാരിതമായി യാത്ര ചെയ്ത വാഹനം ഒരു കരിങ്കിലിടിച്ച് 50 അടിയോളമുള്ള താഴ്ചയിൽ പോയി വീണ് ആ കുടുംബത്തിലെ 3 പേരും മരിച്ചു. 4 വയസ്സുള്ള ഒരു കുട്ടി ഇപ്പോ പുഷ്പഗിരി ആശുപത്രിയിൽ ചികിത്സയിലാണ്. 3-4 മണിക്കൂർ ആ കുട്ടി മരിച്ചുപോയ തന്റെ അപ്പന്റെ കയ്യിൽ ജീവനോടെ ഇരിക്കുകയായിരുന്നു. ആ സാറിനെ ആശ്വസിപ്പിക്കാൻ ചെന്നപ്പോ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, അച്ഛാ, ഞാൻ നിങ്ങളിപ്പം വരുന്നത് പോലെ എത്രയോ വീടുകളിൽ പോയിട്ടുണ്ട്, എത്രയോ ശവസംസ്കാരത്തിൽ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്, സമാധാനത്തെ പറ്റിയുള്ള വേദവാക്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്കിപ്പോ ഒന്നും മനസ്സിലാകുന്നില്ല. എങ്ങനെ എനിക്ക് സമാധാനം കിട്ടും എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെയുള്ള ക്രൈസിസ് സിറ്റുവേഷൻസ് വരും. അവിടെയാണ് ദൈവത്തിന്റെ കരസ്പർശം തിരിച്ചറിയേണ്ടത്. അവിടെയാണ് ദൈവം നമ്മളെ കൈവിട്ടിട്ടില്ല എന്നുള്ളത് തിരിച്ചറിയേണ്ടത്. ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ളത്, ആ ദൈവത്തിന്റെ സാമീപ്യം തിരിച്ചറിയേണ്ടത്. അവിടെയാണ് ദൈവവിളി തിരിച്ചറിയേണ്ടത്. പത്രോസ് അപ്പോസ്തലൻ തന്റെ ജീവിതത്തിന്റെ പുതിയ ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. ദൈവവിളി തിരിച്ചറിഞ്ഞ ഒരു നിമിഷം. ഈ ദൈവീകരിക്കപ്പെടുന്ന പ്രക്രിയയിലെ ആദ്യത്തെ ഒരു സ്റ്റേഷൻ എന്ന് പറയുന്നത്, the first
face of it is to recognize that you are the creation of God and you are created by God with a definite purpose, and you are equipped to fulfill that aim, and everything is there within you for that എന്നുള്ളത് തിരിച്ചറിയുന്ന ഒരു നിമിഷം. നമ്മെ ആരെയും ദൈവം സ്നേഹിക്കാതിരിക്കുന്നില്ല. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 4-ാം വാക്യത്തിൽ അതിമനോഹരമായ ഒരു വാക്യം. Isaiah 43:4. You are precious to me because I love you and I honor you. You are precious to me because I love you and I honor you. മലയാളത്തിലെ പരിഭാഷ ദീർഘമായ ഒരു വാചകമായതുകൊണ്ട് അത്ര ശ്രദ്ധേയമല്ല. നീ എനിക്ക് വിലയേറിയവനും മാന്യനും എന്നെണ്ണി എന്നൊക്കെ പറഞ്ഞുള്ള ഒരു വാക്യമാണ്. അപ്പൊ ദൈവം നമ്മെ എല്ലാവരെയും സ്നേഹിക്കുന്നു, നമ്മെ എല്ലാവരെയും തിരിച്ചറിയുന്നു, നമ്മുടെ ജീവിതത്തിന്റെ ഒരു പദ്ധതിയിൽ നമ്മെ കൊണ്ട് ആക്കിയിരിക്കുന്നു. ആരും ചുമ്മാതെ മൃഗങ്ങളെ പോലെ ജീവിക്കാനുള്ളവരല്ല. ഈ തിരിച്ചറിവാണ് ദൈവീകരണത്തിന്റെ ഒന്നാമത്തെ ഘട്ടം. രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഒരു ഗീതം ആലപിക്കും.